പഴയന്നൂർ മനോഹരി കോംപ്ലക്സിലെ സിസ്റ്റം അക്കാദമിയിൽ അഡ്മിഷൻ തുടരുന്നു. 5 മുതൽ +2 വരെ എല്ലാ വിഷയങ്ങളിലും മികച്ച ട്യൂഷൻ സൗകര്യം. +1, +2 വിഭാഗങ്ങളിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. +2 പരാജയപ്പെട്ടവർക്ക് വർഷം നഷ്ടപ്പെടുത്താതെ വെറും 3 വിഷയങ്ങൾ മാത്രം എഴുതി പാസ്സാകാനുള്ള സുവർണാവസരം. 6 മാസത്തിനുള്ളിൽ +2 നേടിയെടുക്കാം. കൂടാതെ NIOS, മോണ്ടിസോറി, വിവിധ ഡിഗ്രി കോഴ്സുകൾ എന്നിവയ്ക്കും പ്രവേശനം ലഭ്യമാണ്. സീറ്റുകൾ പരിമിതമായതിനാൽ ഉടൻ തന്നെ 7001664326 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പഴയന്നൂർ തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് 101 നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം MLA UR പ്രദീപ് നിർവഹിച്ചു. പഴയന്നൂർ തപസ്യ കലാകായിക സാംസ്കാരിക വേദിയുടെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. 101 നിർധന വിദ്യാർത്ഥികൾക്കാണ് സംഘടനയുടെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ എത്തിച്ചു നൽകിയത്. പഴയന്നൂർ വടക്കേത്തറ GLP സ്കൂളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന സംഘടനകൾ ഏതെങ്കിലും പ്രത്യേക സമയത്ത് മാത്രം ആളുകളിടയിൽ ഇറങ്ങി പോകുന്ന ഒരു രീതി അല്ലാതെ വർഷത്തിൽ 365 ദിവസവും ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഇടപെട്ടവരാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ MLA ഉള്ളപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങൾ ഇടപെട്ടവരാണ്. ഓർമ്മയുണ്ട്, നല്ലപോലെ പാവപ്പെട്ട ആളുകൾക്ക് പച്ചക്കറിയും അരിയും ഇതെല്ലാം കൊടുക്കുന്ന കൂട്ടത്തിൽ നല്ലപോലെ മുൻകൈ എടുത്ത് ചെയ്തവരാണ്. തീർച്ചയായിട്ടും നിങ്ങളെ നാട് അംഗീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു പ്രദേശത്തെ ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ സാംസ്കാരിക സംഘടനയെല്ലാം പ്രവർത്തിക്കുമ്പോൾ ആ നാടിൻ്റെ ശീലവും സ്വഭാവവും മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനത് അങ്ങനെ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ അത് കണ്ടാണല്ലോ വളർന്നു വരുന്നത്. ഞാനിനി ഒരു സ്ഥാനത്ത് ജോലി കിട്ടി എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഒരു വീതം ഞങ്ങളിതുപോലെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കി പാവപ്പെട്ടവർക്ക് സഹായിക്കണം എന്നുള്ള മനസ്സും കൂടെ ഇത് കാണുമ്പോൾ പഠിച്ചു വരും. അതൊരു ഗുണമാണ്. നമ്മുടെ നാടിൻ്റെ സംസ്കാരം തന്നെ മാറുകയാണ്. എൻ്റെ കാര്യം മാത്രം ഇരുന്ന് നോക്കിയാൽ പോരാ. എനിക്ക് കിട്ടിയെന്ന് ചെറുത് മാറ്റിവെച്ച് അതെല്ലാവരും കൂടെ മാറ്റിവെക്കുമ്പോൾ ആ നാടിനകത്ത് വരുന്ന പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കൽ ഒരു മനസ്സുകൂടിയാണ്. തപസ്യ പ്രസിഡന്റ് ഗോപിക അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത മുരളി, പഴയന്നൂർ CI സുധീലാൽ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒത്തിരി അഭിമാനവും വളരെയേറെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാ വർഷവും 101 വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം തപസ്യ ചെയ്തിട്ടുണ്ട്. ഈ വർഷവും അത് വളരെ പ്രൗഢഗംഭീരമായി തന്നെ ചെയ്യാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷം. ഈ പരിപാടി തപസ്യയുടെ ഓരോ പരിപാടിയുടെ വിജയം എന്ന് പറയുന്നത് ഇതിലെ സംഘാടക സമിതിയിലെ അംഗങ്ങൾ തന്നെയാണ്. അവരുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെയും സ്നേഹത്തിന്റെയും നന്മയുടെയും ആകെ ഫലമാണ് ഓരോ പരിപാടിയും. തപസ്യ സെക്രട്ടറി K ജയേഷ്, ഭാരവാഹികളായ സൂരജ് K നായർ, ഷെഫീഖ്, ലക്ഷ്മി C നായർ, G വൈഷ്ണവി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണത്തിനൊപ്പം മികച്ച വിജയം കൈവരിച്ച SSLC +2 വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രദേശത്തെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മുതിർന്ന വ്യക്തിത്വങ്ങളെ ആദരിച്ചുകൊണ്ടാണ് തപസ്യയുടെ 16ാം വാർഷികാഘോഷ പരിപാടികൾക്ക് സമാപനമായത്. കേവലം 2 വാക്കുകളിൽ ഒതുക്കുന്നതല്ല തപസ്യയുടെ പ്രവർത്തനങ്ങൾ. എന്താണെന്ന് വെച്ചാൽ 2011 നമ്മുടെ സംഘടന രൂപീകരിക്കുന്നു. അന്ന് ഏകദേശം 10-20 ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ രൂപീകരിക്കുന്ന സംഘടന ഇന്ന് 16 കൊല്ലം പിന്നിട്ട് ഇവിടുത്തെ മുഖ്യധാരാ സംഘടനകളിൽ ഏറ്റവും മികവുറ്റ ഒരു സംഘടന ഇപ്പോൾ നിലനിന്നു പോകുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ വേറൊന്നുമാണ്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ മെമ്പേഴ്സിൻ്റെ ഊർജ്ജസ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ നമുക്ക് ഇതുപോലുള്ള പരിപാടികൾ ഫണ്ടുകളും മറ്റും തരുന്ന ആളുകളുടെ സഹായം. CCV ന്യൂസ്, പഴയന്നൂർ.